ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ആമി വേൾഡ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ഉത്തരം ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രെയിൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം ഗാന്ധിജി. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം മഹാദേവ ദേശായി. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ഉത്തരം സരോജിനി നായിഡു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. ഏത് ഉടമ്പടി പ്രകാരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ചത്? ഉത്തരം ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഉത്തരം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം ആമുഖം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്? ഉത്തരം ബാലഗംഗാധര തിലക്. മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഡൽഹൌസി പ്രഭു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.